മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബത്തിനോടും ഉഹദിൻ്റെ പരിക്കുകൾ അവർ ഏറ്റുകടിയവേ. ഉഹദിൽ അവർക്ക് പ്രിയപ്പെട്ട 70 സഹാബിമാർ കൊല്ലപ്പെട്ടു. നബിയുടെ പ്രിയപ്പെട്ട പിതൃ സഹോദരൻ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് അടക്കം കൊല്ലപ്പെട്ടു, പരിക്കേറ്റു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിക്ക് പറ്റി. സങ്കടവും വേദനയുമെല്ലാം സഹിച്ചുകൊണ്ടിരിക്കെ അവരോട് ആളുകൾ പറയുകയാണ്, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. അല്ലാഹു ഖുർആനിൽ ആ രംഗം നമ്മെ ഓർമ്മപ്പെടുത്തി. സൂറത്തുൽ അഹ്സാബിൽ നമുക്ക് കാണാം, അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. ഹംറാഉൽ അസദിലേക്ക് മുസ്ലിമീങ്ങൾ പുറപ്പെടാനുണ്ടായ കാരണം അതായിരുന്നു. അവരോട് പറഞ്ഞു, ഇതാ ജനങ്ങളെല്ലാം നിങ്ങൾക്കെതിരിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു, അതുകൊണ്ട് അവരെ പേടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ ഉഹദിൽ മുസ്ലിമീങ്ങൾക്കുണ്ടാക്കിയ നഷ്ടം അതുപോരാ, അവരെ ഒന്നാകെ വേരോടെ തുടച്ചു നീക്കാൻ അബൂ സുഫിയാനും കൂട്ടരും തിരിച്ചു വരികയാണ് എന്ന് പരിക്കിൽ പ്രയാസപ്പെടുന്ന നബിയോടും സഹാബത്തിനോടും ആളുകൾ പറഞ്ഞപ്പോൾ ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ അപ്പോൾ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹ് വനിഅ്മൽ വക്കീൽ, നമുക്ക് അല്ലാഹു മതി, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ്. സഹാബത്ത് പറഞ്ഞത് കാണാം. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ അതേ വാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പറയുകയുണ്ടായി. അതുകൊണ്ട് പ്രയാസങ്ങളിൽ ഒരു മുസ്ലിം അള്ളാഹുവിൽ മാത്രം കാര്യം അവലംബിക്കും. കാരണം മുഅ്മിനിന് അറിയാം അള്ളാഹുവാണ് അൽ വക്കീൽ, കാര്യങ്ങൾ ഏറ്റെടുത്തവൻ, കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിക്കേണ്ടവൻ അവനാണ്. അവനിലാണ് പരമ അർപ്പിക്കേണ്ടത്, അവനിലാണ് കാര്യങ്ങൾ അവലംബിക്കേണ്ടത്. ഹൃദയം അവനിലല്ലാതെ ഒരു പടപ്പിലും ഒരു മനുഷ്യനിലും നിന്റെ ശക്തിയിലോ നിന്റെ സാമർത്ഥ്യത്തിലോ നിന്റെ അറിവിലോ നിന്റെ സ്വാധീനത്തിലോ ഒന്നിലും നീ നിന്റെ ഹൃദയം അവലംബിച്ചുകൂടാ. നിന്റെ ഹൃദയം അള്ളാഹുവിൽ മാത്രം അവലംബിക്കുക. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞില്ലേ, നീ അള്ളാഹുവിൽ തവക്കുലാക്കുക, ഇന്നക അലൽ ഹഖിൽ മുബീൻ, നീ വ്യക്തമായ സത്യത്തിലാണുള്ളത്.